ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാൻ കാലത്ത് തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് നൊയമ്പാന്ന്. തറവാട്ടമ്പലത്തിൽ പ്രതിഷ്ഠയാണ് നാളെ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം നന്നാവണേന്ന്. അപ്പോൾ വാവച്ചി എണീറ്റ് വന്നിട്ടുണ്ട്, ബിജാഷേട്ട എണീറ്റിട്ടില്ല. ഞാൻ എന്നെ എണീക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ തൊഴുതതിന് ശേഷം ഞാൻ വേഗം ചന്ദനമൊക്കെ ചാലിച്ച് തൊടുകയാണ്. അപ്പോൾ എനിക്ക് പൊട്ട് തൊട്ടില്ലെങ്കിലും കുളി കഴിഞ്ഞാൽ വേഗം ചന്ദനമൊക്കെ തൊടണം. അപ്പോൾ അങ്ങനെ വാവച്ചി ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പം ഞാൻ ചീത്ത പറയാണ്, വേഗം പോയി കുളിച്ചിട്ട് വായോ, അപ്പം അമ്മ കാപ്പിയൊക്കെ തരാമെന്ന്. അതൊന്നും കേൾക്കാണ്ട് ആളിരുന്ന് TV ഒക്കെ കാണുകയാണ്. അപ്പം ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ വേഗം കുളിക്കാനായിട്ട് പോയി. അതിനുശേഷം ഞാൻ വേഗം കാപ്പിയൊക്കെ വെക്കാനായിട്ട് നോക്കി. പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കണത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് എന്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വാവച്ചി പറഞ്ഞു ചട്നി ഉണ്ടാക്കിയാൽ മതി അമ്മേ, തക്കാളി ചട്നി ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ ആറ്റി വെച്ചതിന് ശേഷം ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് ആവി കയറ്റാനായിട്ട് വെച്ചു. അതിന് ശേഷം വേഗം ഞാൻ ഒരു സബോള അരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു ചെറിയ തക്കാളിയും അതിലരിഞ്ഞിട്ടു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളികേരം, പിന്നെ ഒരു ചെറിയ തണ്ട് മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മോരൊഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ആരും പറഞ്ഞു തന്നതൊന്നല്ല, എനിക്കറിയണ പോലെ ചെയ്തതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ചൂടാറാനായിട്ട് വെച്ചു. എന്നിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം ഞാനിനി ചട്നി കടുക് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ തട്ടുന്ന് എടുത്തു വെച്ചു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. അപ്പം ഞാൻ തലേദിവസമല്ല, അതിൻ്റെയും തലേദിവസം അരച്ച് വെച്ച മാവായിരുന്നു. പക്ഷെ നല്ല ഇഡ്ഡലി ആയിട്ട് കിട്ടി. അതിന് ശേഷം വാവച്ചിക്ക് ചായ കൊടുത്തു, ബിജാഷേട്ടനും ചായ കൊടുത്തു, പിന്നെ ഞാനും ചായ കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.